Hello guys, welcome back to another episode of Minecraft. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടു കാണും നമുക്ക് ഇൻവെന്ററി മാനേജ് ചെയ്യാൻ ഒന്നും ഇല്ലായിരുന്നു. അതല്ല നമ്മള് അയൺ ഫാം കുറെയൊക്കെ ചെയ്തു. കുറെ എന്ന് പറയുമ്പോൾ കുറെ അധികം ചെയ്തു. നമ്മള് ഏകദേശം മൊത്തം ചെയ്തു. ഇനി ഇവിടെ നിന്ന് ഒരു 5 വില്ലേജറിനെ പിടിച്ചു കൊണ്ടിരണം. ഒരു സോംബിനോടെ ഇതിനകത്തോട് പിടിച്ചിടണം. അത്ര പണിയൂടെ ഇന്ന് ഈ ഫുള്ള് ലാഗ് ഉണ്ടല്ലേ. എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ലാഗിന്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. കഴിഞ്ഞ എപ്പിസോഡ് നല്ല എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ എത്ര റണ്ണറാണ് നമുക്ക് ഇട്ടേക്കുന്നത്. ഓനോ ഇത്ര കിട്ടിയ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോ ഫസ്റ്റ് വീഡിയോ ഇതൊക്കെ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ മെയിൻ എപ്പിസോഡൊക്കെ ആണെന്ന് നിങ്ങൾ കൂട്ടിക്കോ. അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ഇൻവെന്ററിക്ക് വേണ്ടി നമുക്കൊരു ഫുൾ ഒരു ഇൻവെന്ററി മാനേജ്മെന്റിന് നമ്മളെ ഏത് സ്റ്റോറേജ് റൂം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാതെ കുറെ റൂമും ആവശ്യമില്ലാതെ കുറെ ബിൽഡിംഗും ഉണ്ട്. നോക്കുമ്പോഴത്തേനും വാതിൽ പോലില്ല. ഇവിടെ ഇതിനകത്ത് റൂമുണ്ട്. ഇതിനകത്ത് ഞാൻ ബെഡ്റൂം ആക്കി. ഇതൊന്നും പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് മിക്കവാറും ഞാൻ മറ്റേ ക്രാഫ്റ്റ് റൂം ആക്കും, മറ്റേ കാറ്റഗറി ടൈപ്പിലൊക്കെ വെച്ച് അങ്ങനെ. പിന്നെ ഇവിടെയാണുള്ളത്. ഇവിടെ നമുക്ക് മറ്റേ മൈനിങ് ഏരിയന്റെ രീതിയിലുള്ളതാണ്. ഇവിടെ മൈനിങ് ഏരിയന്റെ ഒരു സ്റ്റോറേജ് കൂടെ വരും. പിന്നെ ഇതിന്റെ മേളിലോട്ട് വരുമ്പോൾ ആവശ്യമില്ല ഇവിടെ അപ്പുറത്ത് ഒരു റൂമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എവിടെ നമ്മൾ സ്റ്റോറേജ് റൂം സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇത് ഈ രണ്ട് സൈഡിലോട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു 2-3 സ്ഥലത്ത് എങ്കിലും മിനിമം ഈ ഒരു പേരെന്തായിരുന്നു, ലോഗ്. നിങ്ങൾക്കറിയാം ചെസ്റ്റ് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. നമുക്ക് മൈൻക്രാഫ്റ്റിൽ ക്രാഫ്റ്റ് ഏകദേശം 8 പ്ലാങ്ക് വേണമെങ്കിൽ 2 ലോഗ് വേണം. അപ്പൊ ഒരു സ്റ്റാക്ക് ചെസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ 2 സ്റ്റാക്ക് ലോഗെങ്കിലും മിനിമം വേണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നല്ല പണിയുണ്ട് എനിക്ക്. എന്തായാലും ഞാൻ ഒരു സ്റ്റാക്ക് ഉണ്ടാക്കാല്ലേ, ഒരു സ്റ്റാക്ക് ഉണ്ടാക്കാൻ 2 സ്റ്റാക്ക് ലോഗ് വെക്കണം. അപ്പൊ അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ വെച്ചാൽ തീർന്നോ? ഇവിടെ ആ കളറുണ്ട്. ഓക്കെ, മഴയോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നൈറ്റ് ഒന്ന് കിടക്കാനാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 2 ആക്സ് ഒപ്പിക്കാം. എന്റെ റൂമിനനുസരിച്ച് 2 ആക്സ് തന്നെ മതിയാവൂല്ലേ? അതുമല്ല ഇന്ന് നമുക്ക് കുറച്ച് പണിയേ ഉള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് അധികം നേരം പണി എടുക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ETS ഒക്കെ എടുത്ത് കഴിച്ച് എന്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ സാമ്പിൾ എടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 200 എക്സ്പീരിയൻസ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ കാരണങ്ങളാൽ എന്റെ അത് എനിക്കിപ്പോ റണ്ണാവുന്നില്ല. സുഖമായിട്ട് ഞാൻ കളിച്ചോണ്ടിരുന്നതാണ്. എന്റെ കംപ്രസർ ഫയൽ എന്തൊക്കെ പറ്റി പോയി. പോട്ടെ. ഓക്കെ, നമുക്ക് അപ്പം ആക്സ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ലോഡ് ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയി കുറച്ചധികം മരം വെട്ടട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറെ നേരം ഇരുന്ന് അലിച്ചു. ഞാൻ ഏകദേശം ഒരു സ്റ്റാക്കും 10 അക്കേഷ്യ ലോകങ്ങളോട് ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചു, അപ്പൊ എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് ചെസ്റ്റിന്റെ ആവശ്യമില്ല. ഇപ്പോഴും മഴ എന്താ ചങ്ക് മാറി പെയ്യുന്നു. പക്ഷെ നോക്കുമ്പോ ഈ ചങ്കി പെയ്യുന്നുണ്ട്, ഈ ചങ്കി പെയ്യുന്നുണ്ട്, എന്തൊക്കെ ഉണ്ട്. ഈ ചങ്കില്ല, ഈ ചങ്കിൽ ഒരു 3 ബ്ലോക്ക് എടുത്തിട്ട് പെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ കാര്യം നമ്മൾ പോട്ടെ. അപ്പൊ ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് അങ്ങോട്ട് പോയിട്ട് എന്റെ ഇരിക്കുന്ന ഒരു സ്റ്റാക്കും 10 ഇതും വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ലിസ്റ്റ് ഉണ്ടായി. നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കണം. പിന്നെ ഞാൻ കുറെ ആലോചിച്ച് നമുക്ക് ഒരു ചെറിയ ഒരു ഓഫ് ക്യാമറ പരിപാടികൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വീട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പോവാം. അല്ലേ നല്ലത്. പിന്നെ നിങ്ങൾക്ക് എന്തുമാത്രം ഓഡിയബിൾ ആണെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതൊക്കെ മൈക്കിൻ്റെതാണ്. ഇതാണ് ഫ്രീ ഫയറിന്റെ വില ഇടാം. കഴിഞ്ഞ ആഴ്ച ഫ്രീ ഫയറിന് കിട്ടി എനിക്ക് ഒട്ടും കണ്ടന്റ് ഇട്ടില്ല, റീച്ച് കിട്ടില്ല. അതാണ് ഞാൻ പിന്നെ എന്ന് ഇടാത്തത്. ഇനി ചെസ്റ്റ് 36 മതി. 36 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഞാൻ ഒരു 10 മിനിറ്റ് പോയുള്ളൂ. അത് മതി.
അത് മതി. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഒരെണ്ണം വെക്കാം, ഇവിടെ ഒരെണ്ണം വെക്കാം. കാര്യം ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ മനസ്സിലാവില്ല. കറക്റ്റ്. ഓ ഇതിങ്ങനെ ആക്കണമെന്നില്ല. ഞാൻ അതങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറെ ഡിസൈൻ വെക്കേണ്ടി വരും. ഓക്കെ, ഇത് കഴിയൂല. ഓരോ ഇങ്ങനെയല്ല ഇതൊക്കെ ഞാൻ തന്നെ പൊട്ടിക്കുന്നത്. ഇതെങ്ങനെയാണോ തമ്പുരാൻ അറിയാം. ഇവിടെ 36 ഇഷ്ടം പോലെ. ഇത് 4 എക്സ്ട്രാ ആണ്. ഓക്കെ, ഓ ഇതിവിടെ നൈസല്ലേ? ഇത് ചെസ്റ്റ് വെച്ച് അലങ്കരിച്ചു. ഓക്കെ, അപ്പൊ ഇതില് എന്റെ ലെതർ ഉണ്ടോ? ലെതർ കാണുമല്ലോ. നൈറ്റ്. ഓക്കെ, ലെതർ 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 ഇല്ലേ? അതാണ് ഞാൻ അതിന് പോകേണ്ടി വരും. അടിപൊളി ലെതർ ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലെതറൂടെ ഒപ്പിക്കാൻ. ലെതറേ നമുക്ക് ഈ ലെതറൂടെ കുറച്ചടിക്കുക ഒപ്പിക്കാം. ഏകദേശം എണ്ണട്ടെ. നമുക്ക് ഏകദേശം എത്ര ഐറ്റം വേണം? 1 2 3 4 5 6 7 8 8 കിട്ടും. 16 2 18 2 20 അപ്പൊ ഞാൻ ചാറ്റ് ഇട്ടേക്കാം. നമുക്കപ്പം 20 ഒപ്പിക്കാൻ നല്ല പാടായിരിക്കും. കണ്ണിക്കണ്ണ കുതിരനെ കൊല്ലണം. എന്തായാലും പറഞ്ഞ കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പോയി കുറച്ച് കുതിരനെയൊക്കെ കൊല്ലാം. കിട്ടുന്ന കണക്ക് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ മറ്റേ കോറൽ ലീഫ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസൈനിങ്ങിന് ഇവിടെ നിന്ന് വന്ന മറ്റേ ട്രോപ്പിക്കൽ ഫിഷ് ഒക്കെ എടുക്കാം. ഏകദേശം ഞാൻ കുറെ നേരം കൊണ്ട് കൊന്നു. ഇത്രയും ഈ ഊളൊക്കെ കിട്ടിയത് അവന്മാരെ നിന്നാണ്. ഈ ഊളെല്ലാം കിട്ടിയത് എനിക്ക് ഷീപ്പിന്റെ നിന്നാണ്. ഇത്രയും 16 പോർക്ക് ചോക്കും 18 മട്ടനും കിട്ടിയിട്ടും ഒരൊറ്റ ആടിനെ പോലും ഞാൻ ഇതുവരെയായിട്ടും കണ്ടില്ല. അതോ അവിടെ ഇനി ആട് നിൽക്കുന്നത്. ഇവന്മാരെ കുറെ പേരുണ്ടായിരുന്നു ഈ ആട്. ഇവന്മാരെ മൊത്തം നമ്മൾ കൊന്നു. ഇവിടെ സ്പോൺ ആണത്ര ഇങ്ങനെ കളേർഡ് ഷീപ്പാണ്. അപ്പൊ അങ്ങനെ തന്നെ എന്തോ എനിക്ക് അറിയുകയും ചെയ്യാം. ചിലപ്പോ സാധനങ്ങളായിരിക്കും. കളേർഡ് ഷീപ്പാണ് ഫുള്ള് ഇപ്പോഴും ഇവിടെ സ്പോണാണ്. ഓ എനിക്ക് പുഷി അല്ല ഏകദേശം 20 എണ്ണം വേണം. അല്ല ഒന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ട് കിട്ടില്ല. ഇവ ഒരൊറ്റ ഒരുത്തനുള്ളൂ. ഞാൻ ചെയ്യാം. മറ്റേ ഡ്രോപ്പ് ചെയ്യൂല. ഇവിടെയാണോ എന്റെ വീട്? ഞാൻ പറയണത് കോർഡിനേറ്റ് എഴുതിയെടുത്തില്ല. ബ്രോ. ഓക്കെ, ഫസ്റ്റ് ഒരെണ്ണമായി. ഇനി ഇങ്ങനെ 20 എണ്ണം എത്ര നേരം എടുക്കുമെന്തോ. കോളൊക്കെ ഇരിക്കും. ഇല്ല, നമുക്ക് നെതറിൽ പോയി കഴിഞ്ഞാൽ സംഭവം കിട്ടും. പക്ഷെ അവന്മാരെ അടിച്ച് പിരിക്കും. ഓക്കെ, 3 എണ്ണമായി. ഇവിടെ നിറച്ചില്ല ഓ ഒരു മേഘ ചെടിക്കില്ല. ഇവരാണ് അങ്ങ് 4 എണ്ണമായി. ഇനിയും
അവിടെ പശുവാണത്. പിന്നെ ഇവിടെ പശു മാ നൈറ്റ് ആകുമ്പോ എനിക്കൊന്ന് പേടി വരും ഗൈസ്. 4 ആയതേ ഉള്ളൂ. ഇവിടെ കൊറേ കവും ഷീപ്പും അല്ല പിഗ് ഷീപ്പും സ്പോൺ ആവുന്നുണ്ട്. അത് അതേ കണക്ക് ഒരു കുറച്ച് കൗ സ്പോണായിരുന്നു എനിക്ക് സന്തോഷമാണ്. പക്ഷെ നെയ്യ് നമ്മൾ തേടി നടക്കുമ്പോൾ അത് കിട്ടൂല. അപ്പൊ ഞാൻ കുറച്ച് പിഗിനെ തേടി നടന്ന് ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും അങ്ങ് പോകും. അവർക്ക് വംശനാശമായിരിക്കും. അത് എനിക്ക് ഏകദേശം 100 റുപ്പീസ് അങ്ങനെ ഉള്ളൂ ഗൈസ്. നോക്കിയാൽ 141 റുപ്പീസ് ടോൾസ് എങ്കിലാണ്. എന്നിട്ടും എനിക്ക് നല്ല ഫ്രെയിം റേറ്റ് ഉണ്ട്. ഓ പശു പ്ലസ് നമ്മളെ സാധനം പേരെന്തറിയാം, അത് തന്നെ റോണ്ട് പുറത്ത് ഗോൾഡ് മിന്റിങ് എന്തായാലും എടുത്തിട്ട് ഒന്നുമില്ലാത്ത കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉള്ളതാണ്. ഒബ്സിഡി ഇരിക്കണം, ഒബ്സിഡി എടുക്കണം. എന്തായാലും ഇവന്മാർ ഇത് വെച്ചാൽ ഇത് ഭയങ്കര പവർ അല്ലേ ഗോൾഡ് സോഡ്. നമുക്ക് 6 എനിവേടി ആരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് ചിലപ്പോൾ സ്പോൺ അവിടെ ഇവിടെ ഓക്കാം. നോക്കിയാലോ. ഇവന്മാര് കൂട്ടമായിട്ട് സ്പോൺ ആവുന്നില്ല. അവിടെ ഇവിടെ ഓരോ 2 3 ആടി വന്നിട്ട്. ഓക്കെ എന്റെ ഫുഡ് കഴിഞ്ഞു. ഇപ്പൊ ഇനി ഫുഡ് കുക്ക് ചെയ്യണം. ഒരുപാട് ഫുഡായി. ലെതർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്ത് വാങ്ങാൻ പറ്റും. ഒന്നാം മല കയറി പോകേണ്ടേ, അവിടെ നിന്ന് തല്ലിയും കുത്തി ചാടേണ്ടേ. 2-ാം മല കയറി പോവേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടണ്ടേ. 3-ാം മല കയറി പോകേണ്ടേ, അവിടെ 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 നിന്ന് തലയും കുത്തി ചാടണ്ടേ. 4-ാം മല കയറി പോവേണ്ടേ, തലയും കുത്തി ചാടണ്ടേ. 5-ാം മല കയറി പോവേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടണ്ടേ. ഓ മാംഗ്രോ ബ്രദർ. പിന്നെ എന്തുണ്ട്? ഒന്നുമില്ല. ഓ ഇവിടെ വില്ലേജിന്റെ ഇത് നമുക്ക് ആവശ്യമുണ്ടോ ഇവിടെ? ഓ കാറ്റഗറി. ഓ ഇതാണ് ഗൈസ് തേടിയ കാലി വെള്ളി ചുറ്റും എന്ന് പറയുന്നത്. കാറ്റഗറി ഞാൻ കൊണ്ടുപോകാം ഗൈസ്. എനിക്ക് നാളെ എന്തായാലും ഞാൻ ഇവിടെ ഡിസൈനിങ്ങിന് വരുമ്പോ എനിക്ക് ആവശ്യമില്ല. കുറെ ചവർ ഇവിടെ, കുറെ ചവർ. പിന്നെ ഓണമില്ല. മാംഗ്രോ ഭയങ്കര ഇഷ്ടമുള്ള ഭയമാണ് മാംഗ്രോ ഭയം. ഓ പശു എടാ ഇതെന്തിനാ അങ്ങനെ പോണ? അരത്ത് അവനോട് അടിച്ചു പശുല്ല മരത്തിനോ. ഓ നൈറ്റായി. ഏകദേശം എന്താ സമയം അടുത്തു. എല്ലാം സ്പോണാവുകയും ചെയ്യും. അപ്പോഴത്തേക്ക് തന്നെ എല്ലാം 10 നമുക്ക് കിട്ടാനുള്ള പകുതി. ഇവിടെ അടുത്താണ്. ഓടാ ഇനിയിപ്പോ നിക്കണ്ട. അപ്പത്തെ എല്ലോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഫീൽ കേസ്. പിന്നെ നമുക്ക് മറ്റേ ഇവിടെ ഞാൻ ടോർച്ച് ലൈറ്റ് ചെയ്തിട്ടുണ്ടോ ആണോ? ഓ കിടക്കട്ടെ.
എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇത് ഒപ്പിക്കട്ടെ. ഏകദേശം കുറെ നേരം 1/2 മണിക്കൂറാണ് ആവണം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട്. ഇവിടെ എവിടെ ഉണ്ടല്ലോ വലിയ 20 പക്ഷേ ഭ്രാന്തായിന്ന് അറിയില്ല. അതൊക്കെ ഇതാണ്. ഇതെന്തിനാ അവന്മാർ ഇവിടെ സ്പോണാക്കിയ? ഞാൻ വരുമ്പോ ഞാൻ അവിടെ രണ്ടുപേരും കിട്ടിയായിരുന്നു കേട്ടോ എനിക്ക്. ഇവന്മാരെന്താ ഇവിടെ സ്പോണായി? ഒന്നുമില്ല. ഞാൻ കോർഡിനേറ്റ് 70 എന്റെ രൂപ 63 ഒന്നെങ്കിലാണ് അവന്മാര് സ്പോണാണ്. തിരിഞ്ഞല്ലോ മജാ. എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഒപ്പിക്കട്ടെ ആൾക്കാരെ മീൻസ് ഇതോ അത് കണ്ടോ? ഓ വില്ലേജർ ഔട്ട് പോസ്റ്റ് ഒക്കെ എങ്ങനെയാ? എന്തായാലും അങ്ങോട്ട് പോകാം. ഇത് പെട്ടെന്ന് കയറി എടുത്ത് വന്നാലോ അവൻ ലൂട്ട് ചെയ്താണ്. വേണ്ട ചാവാൻ നിൽക്കണം. ഏകദേശം എനിക്ക് കുറച്ചുകൂടെ മതി. 2-3 ലെതർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോവാം. പക്ഷേ മയാങ് സമ്മതിക്കുന്നില്ല. പറയണക്ക് ലാവിൽ ഫുഡ് ഇട്ട് കഴിഞ്ഞാൽ കുക്കായി വരും ഇവിടെ. നിങ്ങൾ ഇട്ടോ പെട്ടെന്ന് കുക്കാവും. നമ്മൾ മറ്റേ ഫർണസിൽ ഇടുമല്ലോ, അതിന്റെ ഒരു 2-3 എത്തി പെട്ടെന്ന് ഞാൻ കുക്കാവും. പക്ഷെ എനിക്ക് ഫർണസ് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ ടേസ്റ്റ് ഫർണസ് ചെയ്യണതാണ്. നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഞാൻ അതിലോട്ട് കൊണ്ടു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം താഴെ ഇങ്ങനെ കുമ്പള അതെ അത് ടേസ്റ്റ് എനിക്ക് ഫുള്ള് വേണം. അതിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. ഓക്കെ, ഇവന്മാർ ഇവിടെ നിൽക്കണമെങ്കിൽ അവന്മാർ പോകണമല്ലോ. കാര്യം ആ സ്പോൺ ലിമിറ്റ് ഉണ്ടല്ലോ. എന്തായാലും ഉള്ളത് കൊണ്ട് വീട്ടിൽ പോയാലോ. ലെതർ ദാണ്ട്ര പിന്നെ സ്പോൺ ആയിക്കുന്നതാ. ഇത് എങ്ങനെ സ്പോണാന്ന് ബീച്ച് സാൻഡ് ഒക്കെ എങ്ങനെ ബ്രോ കടലിൽ പോടാ കടലിൽ കൊണ്ടുപോരാ വലിച്ചാ മതി. അവന് ഞാൻ എന്റെ വെള്ളം പശുമ്പ ലെതർ കണ്ടോ? ഗോൾഡൻ സോഡ് വിത്ത് എൻചാൻഡ് 2 പേരെ ഒറ്റ അടിക്കുന്നു. കുറെ പേരാണ്. അപ്പൊ ഗൈസ് നമ്മള് 17 എണ്ണം ഒപ്പിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ 4 ഞാൻ എടുത്തു. 13 എണ്ണം ഞാൻ കൊണ്ടുവന്ന് എടുത്തു. ഓക്കെ, എനിക്ക് നോക്കിട്ട് കിട്ടിയില്ല. 1 2 3 4. ഇനി നമ്മള് 5 6 7 എടാ ഇത്രയും വേണ്ടായിരുന്നടാ. നമുക്ക് എന്തായാലും മാറ്റി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, 13 എണ്ണം കറക്റ്റ് ആയിരുന്നു. അല്ല 5 ഒരെണ്ണം ബാക്കി. നമുക്ക് ഇവിടെ വല്ല ക്ലോക്ക് വല്ല തീർക്കാനൊക്കെ കഴിച്ചു. എവിടെയെങ്കിലും ഒരു ക്ലോക്ക് നോക്കുമല്ലോ, അപ്പൊ രസമാവും. ഒറ്റ ബ്ലോക്ക് നടുക്ക് വരുന്ന എവിടെയെങ്കിലും ഇങ്ങനെയാണെങ്കിൽ അത് വെക്കാം. ആഹാ അയ്യർ അപ്പൊ കേസ് ഇനി നമുക്ക് ഇതൊന്ന് മാനേജ് കൂടെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം പെട്ടെന്ന്. കുറച്ച് സാധനങ്ങൾ കൂടെ ഇതെല്ലാം കൂടെ എടുക്കാം. നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാം. ഫസ്റ്റ് ഇത് മറ്റേ പ്ലാങ്സ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ വെക്കാനുള്ളത്. ഇത് സ്ലാബ് ബട്ടൺ പോലെ ഇരിക്കുന്നു. പിന്നെ ഇത് സ്റ്റോൺ ഐറ്റംസ്. ഇത് നെതർ മൈനിങ് ബ്ലോക്സ് വെക്കാനുള്ളത്. ഇത് കൊല്ലുമ്പോ കിട്ടുന്ന സാധനങ്ങളാണ് വെക്കാനുള്ളത്. പിന്നെ ഇവിടെ
നാച്ചർ മീൻസ് സീഡ് മറ്റേ സാപ്ലിങ്സ്, പിന്നെ ഫുഡ്, പിന്നെ ഒരു ടൂള് കിട്ടി. നമുക്ക് ആവശ്യമില്ലാത്ത ടൂൾസ് ഒക്കെ വെക്കാൻ മതി, പഴയ ടൂൾസ് ഒക്കെ. പിന്നെ പിന്നെന്തുണ്ട്, മൈനിങ് ഓർസ് വെക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു ഓർ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ? എന്തെങ്കിലും ഒരു ഓർ എന്റെ ഇപ്പൊ ഒരു 2 അയൺ ഇരിക്കും. ഈ അയൺ ഒരു എടുക്കുന്നില്ലേ? ഇനി അവിടെ വാല്യൂബിൾ, ഇവിടെ മാപ്പ് ഐറ്റംസ്. ഓക്കെ, അപ്പൊ വാല്യൂബിളിന് ഞാൻ ഡയമണ്ട് എടുക്കുക. പിന്നെ മാപ്പ് ഐറ്റംസ് ആണെങ്കിൽ ഉണ്ടാക്കായിരുന്നു. ഇത് നമുക്ക് എന്തെങ്കിലും വെക്കാം. ഈ 2 നമുക്ക് എന്തെങ്കിലും നല്ലത് നോക്കി വെക്കാം. ഓക്കെ, ഇവിടെ ഡയമണ്ട് റിച്ച്. ഓക്കെ, കൊള്ളില്ലേ? ഒരു സ്റ്റാൻഡേർഡ്. നമുക്ക് ഇതിനെ ഒന്നുകൂടെ വൃത്തിയാക്കി എടുക്കണം. അതൊക്കെ നമ്മൾ ശരിയായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിലുമായിട്ട് ആക്കാൻ. നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ച് പണികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ അയൺ ഫാമിലിയിലോട്ട് തിരിച്ചു പോവാം. ഓക്കെ, ബൈ ബൈ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കുഴപ്പമില്ലാത്തൊരു പീസിലേക്ക് കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം കൃത്യം ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഗെയിം ഒന്ന് പറയാം ഗൈസ്. മാക്സിമം ഒരു എക്സ്പ്ലോറിങ് ഗെയിം ആയിരിക്കണം. നമുക്ക് പറ്റുമെങ്കിൽ ആ ഗെയിം കളിക്കാം ഗൈസ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഞാൻ ഫ്രീ ഫയറും ഇതൊക്കെ മാത്രമല്ലേ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ ബൈ ബൈ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ട് പറഞ്ഞതിന് സോറി. ഓക്കെ ബൈ ബൈ. അന്ന് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ പുറത്തോട്ട് പോകണമല്ലോ, അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എൻഡ് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയാക്കി എടുത്തത് അതൊക്കെ. ഓക്കെ ബൈ ബൈ.